അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ മൗനജാതിയും സർവകക്ഷി അനുസ്മരണവും സംഘടിപ്പിച്ചു. അനുസ്മരണം KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ അനുശോചന യോഗവും മൗനജാതിയും സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് V രാജൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പഴയങ്ങാടി കേന്ദ്രീകരിച്ച് നടന്ന മൗനജാഥയ്ക്ക് സുനിൽ പ്രകാശ്, കക്കോപ്രവൻ മോഹനൻ, V രാജൻ, KV നന്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൗനജാഥയ്ക്ക് ശേഷം പഴയങ്ങാടിൽ നടന്ന അനുശോചന യോഗത്തിൽ സുനിൽ പ്രകാശ്, MK രഘുനാഥ്, KV നന്ദനൻ, O ബഷീർ, വരുൺ ബാലകൃഷ്ണൻ, M രാമചന്ദ്രൻ, വിവേക് വാടിക്കൽ, T രാജൻ, പ്രസ് ഫോറം പ്രസിഡന്റ് മുഹമ്മദ് വാടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതിയിൽ കൂടെയും ഇന്ദിരാഗാന്ധി ഒരു ഝാൻസി റാണിയെപ്പോലെ നമ്മുടെ രാജ്യത്തിലെ ഗ്രാമങ്ങളിൽ മാറ്റത്തിൻ്റെ ശംഖുനാഥം മുഴക്കിയപ്പോഴും അതിലെല്ലാം തന്നെ ഉപരിയായി പ്രാവർത്തികമായി നടപ്പിലാക്കാൻ സാധിക്കുന്ന എല്ലാത്തിൻ്റെയും നിയമപരമായ വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായ അംഗീകാരം കൊടുക്കുന്ന ഭക്ഷണം ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുക എന്നത് അവരുടെ അവകാശമാണ് എന്ന നിലയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്ന, ഭക്ഷണം ലഭിക്കുന്ന, ഭക്ഷണം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ശ്രീ മൻമോഹൻ സിംഗ് പോയത്. നമ്മുടെ പ്രിയങ്കരിയായ സോണിയാജി ആ ആവശ്യത്തെ തിരസ്കരിക്കുകയും ഞാനല്ല പ്രധാനമന്ത്രിയെന്നും ഇന്ന ആളാണ് പ്രധാനമന്ത്രിയാകേണ്ടതും എന്നും കാണിച്ച ചെറിയൊരു ബോർഡ്, പറയാൻ സാധിക്കാത്ത നിലയിലേക്ക് ഒരു ബോർഡ് പ്രദർശിപ്പിച്ചപ്പോൾ അത് മൻമോഹൻ സിംഗിൻ്റെ ചിത്രമുള്ള ബോർഡായിരുന്നു. അങ്ങനെയാണ് മൻമോഹൻ സിംഗാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ആരംഭത്തിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നൈപുണ്യതയെ സംബന്ധിച്ച് സംശയമുണ്ടായിരുന്നില്ല. ആ 2004 മുതൽ 2019 വരെയുള്ള കാലഘട്ടങ്ങളിൽ, 14 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഒരു മെസ്മറിസമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ, ഒരു നാടൻ ഭാഷ ഉപയോഗിച്ചാൽ.